ഞങ്ങളുടെ 2 കൊച്ചു സിനിമകൾ സ്റ്റൈൽമേറ്റ് ആൻഡ് ഫേസസ് ഇൻ ഫേസസ് എന്ന 2 സിനിമകൾ ഇന്നിവിടെ പ്രദർശിപ്പിക്കുകയാണ് തിരുവനന്തപുരത്ത്. എല്ലാവരും സിനിമ കാണാൻ ഞങ്ങൾ ക്ഷണിച്ച് എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. സിനിമ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുന്നുള്ള വിശ്വാസമുണ്ട്. ബഹറിൽ വെച്ച് പൂർണ്ണമായും ചിത്രീകരിച്ച ഒരു സിനിമയാണ്. അതിൽ ആർട്ടിസ്റ്റുകളെല്ലാം ബഹറിലുള്ളവരാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംരംഭം ഞങ്ങൾ അവിടെ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അതിലൊരു സിനിമ ചെയ്തത് ജയ മേനോനാണ്, സ്റ്റൈൽമേറ്റിൻ്റെ. മറ്റൊരു സിനിമ ഫേസസ് ഇൻ ഫേസസ് എന്ന സിനിമ ചെയ്തത് ഞാനാണ്. എൻ്റെ ഒരു പ്രകാശ് വടകര. അപ്പം സന്തോഷത്തോടു കൂടി ത്രില്ലോടു കൂടി ഇരിക്കുകയാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയും എന്നുള്ള വിശ്വാസത്തോടു കൂടി. ഞങ്ങൾ അവിടെ ബഹറിൽ വെച്ചിട്ട് BMC ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞ സൊസൈറ്റിയിൽ നിന്ന് രൂപം കൊണ്ട ഒരു ആന്തോളജി സിനിമയുടെ ഭാഗമായിട്ടാണ് ഈ സിനിമകൾ ഉണ്ടായത്. അതിലുള്ള 2 സിനിമകളാണ് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കുക. ആ 2 സിനിമകളും ഞങ്ങൾ ചെയ്തതാണ്. ഞങ്ങൾ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് തന്നെ. അപ്പം ഞങ്ങളവിടെ അറിയപ്പെടുന്ന താരദമ്പതികളൊക്കെയാണ്. അപ്പം ഞങ്ങൾ ചെയ്തൊരു സിനിമ ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് ബഹറിലുള്ള ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, അവിടെയുള്ള ടെക്നീഷ്യന്മാരെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ അറിഞ്ഞ് ഇവിടെയുള്ള പ്രഗത്ഭന്മാരുടെ മുമ്പിൽ വെച്ച് കാണിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള എന്തൊക്കെ പഠിക്കാനുണ്ട്, എന്തൊക്കെ അറിയാനുണ്ടെന്നുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് ഈ സിനിമ ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നതിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഞാനിതിൽ ഈ ആന്തോളജി ഫിലിമിലെ 3 സിനിമകൾക്ക് ഞാനാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. അതിൽ 2 എണ്ണമാണ് ഇവിടെയുള്ളത്. അതിൽ സ്റ്റൈൽമേറ്റ് എന്ന സിനിമയാണ് ഞാൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. ആദ്യമായി ചെയ്താണ്. അതിൽ ഞങ്ങൾ 2 പേരും അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ സംരംഭമാണ്. ഞങ്ങൾ ആദ്യത്തെ ചുവടുവെപ്പ് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു ടെസ്റ്റ് ഡോസ് എന്ന് പറയാം ഈ ഒരു സിനിമ. എല്ലാവരും അനുഗ്രഹിക്കണം. ഞങ്ങൾ അവിടെയാണ് ജീവിക്കുന്നത്. ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ അവിടെയാണ് ജീവിക്കുന്നത്. അവിടെ ഒരുപാട് നല്ല കലാകാരന്മാരും ടെക്നീഷ്യൻസും ഉണ്ട്. എന്തുകൊണ്ട് അവരെ വെച്ച് ഒരു സിനിമ ചെയ്തുകൂടാ? ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. അവിടെ നിന്നുള്ള ആൾക്കാരുടെ ഒരു കഴിവ് ഇതേവരെ പുറത്ത് വന്നിട്ടില്ല. കേരളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരവസരം കൊടുക്കുക. ഏകദേശം ആ 5 സിനിമകളുണ്ടായിരുന്നു. അതിൽ 100-ൽ പരം കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി ആ സിനിമ വഴി. അപ്പോൾ അവരുടെ സിനിമകൾ എല്ലാം ഇവിടെ ഇല്ല, അവരും കാണിക്കും ഉടനെ തന്നെ. അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അവിടെയുള്ള ആർട്ടിസ്റ്റുകൾക്ക് ചാൻസ് കൊടുക്കുക. അത് നമ്മൾ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരും അവിടെയുള്ളവരും കുറച്ച് ഇവിടെയും ഷൂട്ടിങ്, കുറച്ച് അവിടെയും ഷൂട്ടിങ്, അങ്ങനെയായിട്ടാണ് 2 ലൊക്കേഷനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സന്തോഷം. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ ഒരു സ്വപ്നമായിട്ട് തോന്നുന്നുണ്ടോ? സിനിമ 2 മനോഹരമാണ്. 2 സിനിമയും 2 അർത്ഥത്തിൽ സൂപ്പറാണ്. നല്ല ഡിറക്ഷനാണ്, നല്ല ഫ്രെയിമിങ്സ് ആണ്, നല്ല സ്റ്റാർ കാസ്റ്റിംഗ് ആണ്. അഭിനയിച്ചവരെല്ലാം 1-ാം തരം പെർഫോമൻസ് ആണ്, ഒരു സംശയം. 2 പടവും നല്ല സിനിമ. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ആർട്ടിസ്റ്റുകൾ. അതിൽ 2 സംവിധാനം ചെയ്ത 2 ഡയറക്ടേഴ്സിനെയാണ് നമുക്ക് ഏറ്റവും പരിചയം. അതല്ലാത്ത കഥാപാത്രങ്ങളെല്ലാം പുതിയ ആളുകളാണ്. പക്ഷെ അവരൊട്ടും അങ്ങനെ പുതിയ ആൾക്കാരെന്നറിയാത്ത രീതിയിൽ അസാധ്യമായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ, നല്ല മേക്കിംഗ്, നന്നായി. വളരെ മനോഹരമായ 2 സിനിമകളാണ് കണ്ടത്. പക്ഷേ ഈ ചെയ്യുന്ന തെറ്റിന് തകരുന്ന എൻ്റെ ജീവിതം മാത്രമല്ല. പക്ഷെ അവരുടെ ഈ സംരംഭത്തിന് ആദ്യം ഞാനൊരു സല്യൂട്ട് കൊടുക്കുകയാണ്. പിന്നെ ഈ 2 കഥയിലും നിൽക്കുന്ന ഒരു പ്രമേയം എന്ന് പറയുന്നത് 2ഉം ജീവിതഗന്ധിയാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില സംഭവങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. വളരെ മനോഹരമായിരുന്നു 2 സിനിമയും. വളരെ ടച്ചിങ് ആയിരുന്നു. അതുപോലെ എല്ലാ അഭിനേതാക്കളും വളരെ മനോഹരമായിരുന്നു. വിളിക്കാത്ത പപ്പ, എൻ്റെ വീട് വരെ ഒന്ന് പോകണം. വളരെ നല്ല മൂവി ആയിട്ടുണ്ട്. വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു 2 ഷോർട്ട് ഫിലിംസ് ആയിരുന്നു. ഹ്യൂമൻ ഇമോഷൻസ് കൂടെ ഒരുപാട് കടന്നു പോകുന്ന ഭയങ്കര ഒരുപാട് വിഷമം തോന്നി. നല്ല മൂവിയായിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് വാച്ച്. താങ്ക് യു. കൊച്ചിയിലും തിരുവനന്തപുരത്തും വളരെ നല്ല അഭിപ്രായമാണ് സിനിമയ്ക്കുള്ളത്. അത് തന്നെ ഒരു എൻകറേജ്മെൻ്റാണ് പുതിയ പ്രോജക്ട്സ് ഒക്കെ ചെയ്യാനായിട്ട്.
വളരെ വളരെ സന്തോഷമുണ്ട്. തുള്ളിച്ചാടണമെന്നുണ്ട്, പ്രായം സമ്മതിക്കാത്തതുകൊണ്ട് തുള്ളിച്ചാടുന്നില്ല എന്നേ ഉള്ളൂ. ഇത്രയും നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം നാട്ടിൽ വരുമ്പോൾ ഇവിടെയൊക്കെ ലെജൻസിൻ്റെ മുമ്പിലാണ് നമ്മൾ കാണിക്കുന്നത്. അവിടെ ഞങ്ങളുടെ ആഗ്രഹം കൊണ്ട്, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കൊണ്ട് എടുത്തൊരു കൊച്ചു സിനിമയാണ്. അതിന് ഇത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആകാശത്തേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്.